ഹായ്, എൻ്റെ പേര് ടിൻഡു. ഞാൻ റീസെൻ്റ് OET വിന്നറാണ്. ഇതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. ഞാൻ ഈ സമയത്ത് എല്ലാവരോടും നന്ദി അറിയിക്കുക. എൻ്റെ ദൈവം, മാതാവ്, എൻ്റെ കാവൽ മാലാഖ, എൻ്റെ ഫാമിലി, ഫ്രണ്ട്സ്, പിന്നെ ജിനൂസ് അക്കാദമിയിൽ ഓരോരുത്തരോടുള്ള നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. ജിനൂസ് അക്കാദമിയുടെ എൻ്റെ എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ, ഞാൻ ജിനൂസ് അക്കാദമിയെക്കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത് യൂട്യൂബിൽ ഓരോ വീഡിയോസ് കണ്ടിട്ടാണ്. അതിലോരോ ടിപ്സ് ആൻഡ് ട്രിക്സ് എനിക്ക് കൂടുതൽ യൂസ്ഫുൾ ആണെന്ന് തോന്നി, എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അക്കാദമിയിൽ ജോയിൻ ചെയ്തത്. ഞാനൊരു ഓൺലൈൻ സ്റ്റുഡൻ്റ് ആയിരുന്നു. അതിൽ എല്ലാ ലൈവ് ക്ലാസ്സസും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. വളരെ കുറച്ച് ലൈവ് ക്ലാസ്സസ് ഞാൻ കൂടിയിട്ടുള്ളൂ, എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ റെക്കോർഡഡ് ക്ലാസ് ഉണ്ടായിരുന്നുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്നത് മാക്സിമം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സസിനെ കുറിച്ച് പറയുവാണെങ്കിൽ, ലിസണിങ് ഞാൻ ഈ അക്കാദമി ചേരുന്നതിന് മുന്നേ തന്നെ ഞാൻ യൂട്യൂബ് നോക്കി ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട്, ഈസിയാണെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. എന്താ എല്ലാവർക്കും ഈ ലിസണിങ് കിട്ടാൻ പാടെന്ന് ഞാൻ ആ സമയത്ത് ഓർത്തു. പക്ഷേ ഞാനിവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങി, ജോയൽ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓരോ സിമ്പിൾ കാര്യത്തിനായിരിക്കും നമ്മുടെ മാർക്ക് പോകുന്നത്. അപ്പോൾ എനിക്ക് ലിസണിങ് പാടായി വന്നു തുടങ്ങി. പക്ഷേ സാറിൻ്റെ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാൻ പറ്റത്തില്ല. എന്ത് നമുക്ക് റീഡിംഗ് ഒക്കെ ആണെങ്കിലും ഭയങ്കര പാട്, ഒന്നും മനസ്സിലാവാതെ വരുന്ന സമയത്ത് സാറിൻ്റെ ഓരോ ടിപ്സും കൊണ്ട് നമുക്കത് ഇഷ്ടപ്പെടാൻ തുടങ്ങും. പാട്ട് ബിയും സിയും ഒക്കെ ആണെങ്കിൽ എനിക്ക് തുടക്കത്തിൽ ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ സാർ ഓരോന്നും പറഞ്ഞു തരും. ഈവൻ ഓപ്ഷൻസ് കറക്റ്റുള്ളത് പറഞ്ഞു തരാതെ, കറക്റ്റുള്ളത് മാത്രമല്ല പറഞ്ഞു തരുന്നത്, എന്തുകൊണ്ടാണ് മറ്റു ഓപ്ഷൻസ് റോങ് ആൻസറായി പോകുന്നതെന്നും സാർ പറഞ്ഞു തരുമായിരുന്നു. അതെനിക്ക് ഒത്തിരി യൂസ്ഫുള്ളായിരുന്നു. അപ്പോൾ റീഡിങ്ങിനോട് കൂടുതൽ ഇഷ്ടം തോന്നുമായിരുന്നു. നമുക്ക് ഓരോ ആൻസർ ശരിയായി വന്നു തുടങ്ങുമ്പോൾ റീഡിങ് ഇഷ്ടപ്പെടാൻ തുടങ്ങി. അല്ലെങ്കിൽ എനിക്ക് റീഡിങ് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ലിസണിങ്ങും ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മൾ കോമൺ ആയിട്ട് വരുത്തുന്ന മിസ്റ്റേക്സ് പറഞ്ഞു തരും. ഓരോ ആൻസർ എങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെയാണ് എന്നൊക്കെ ഓരോന്നും പറഞ്ഞു തരുമ്പോൾ നമുക്കത് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. പിന്നെ സ്പീക്കിങ്ങിനെ പറ്റി പറയുവാണെങ്കിൽ, ജിനു മാം, ശ്രീലക്ഷ്മി മാം ഒക്കെ എടുക്കുന്ന ക്ലാസ്സസ് കണ്ടിന്യൂസ് നമ്മളത് തന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ സ്പീക്കിങ്ങിന് ഇരിക്കുമ്പോൾ ഇത് തന്നെ ആ ഒരു ഫ്ലോയിലോട്ട് വരുന്നുണ്ടായിരുന്നു. റൈറ്റിങ്ങും ഈ പറഞ്ഞ പോലെ എൻ്റെ പേഴ്സണൽ ട്യൂട്ടർ അശ്വതി മാം പ്രത്യേകം എടുത്ത് പറയണം, അത് ട്യൂട്ടറിനോട് നമുക്ക് തോന്നുന്ന ആ ഒരു ഇതിനേക്കാൾ കൂടുതൽ നമുക്കൊരു ഫ്രണ്ടിനോട് എങ്ങനെ സംസാരിക്കാൻ പറ്റുമോ ആ ഒരു രീതിക്കാണ് മാം ക്ലാസ് എടുക്കുന്നത്. ഓരോ കറക്ഷൻസ് ആണെങ്കിലും റൈറ്റിങ്ങിന് ഇങ്ങനെയേ എഴുതാവുള്ളൂ, ഞാൻ പഠിപ്പിക്കുന്ന പോലെ അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ഇതല്ല. നമ്മളെന്താണോ എഴുതിയത് അതെങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ചെയ്തു തരുമായിരുന്നു. അപ്പം മാം അതുപോലെ തന്നെ ഭയങ്കര മോട്ടിവേഷൻ ക്ലാസ്സസ് ഒക്കെ എടുക്കും. ജിനു മാം ആണെങ്കിലും നമുക്ക് ഒത്തിരി മോട്ടിവേറ്റ് ചെയ്യും. അതൊക്കെ ഭയങ്കര എക്സാമൊക്കെ അടുത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടെൻഷന് ഭയങ്കര റിലീഫായിരുന്നു. നമുക്ക് മാം പറയുന്ന ഓരോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഈവൻ എൻ്റെ പേഴ്സണൽ ട്യൂട്ടർ അശ്വതി മാമിന് പറയാൻ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ ഓരോന്നും ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ നമുക്കൊരു ബലം കിട്ടുമായിരുന്നു. ബാക്കി ലിസണിങ് റീഡിങ്ങും ഒക്കെ ആണെങ്കിലും സാറിൻ്റെ ക്ലാസ് ഭയങ്കര, എനിക്കറിയില്ല ഇതുപോലെ ആരെങ്കിലും പറഞ്ഞു തരുമെന്ന് എനിക്കറിയില്ല. ഇതെൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഈ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ. നിങ്ങളുടെ ജിനൂസ് അക്കാദമിയിലെ ഓരോ ട്യൂട്ടേഴ്സും ഓരോരുത്തരുടെ എഫേർട്ട് കൊണ്ട് തന്നെയാണ് എനിക്കിത് ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടിയത്. ആൻഡ് ഐ എം റിയലി താങ്ക്ഫുൾ ടു ഓൾ.